മ്ലാത്തിച്ചേട്ടത്തെയും കുരിയച്ചനും അടയ്ക്കുവാണ് 1500 ഏക്കറിലാണ് ഞാനിപ്പോൾ. മലയാള സിനിമയെ മലയും കുന്നും കടന്ന് പുതിയ ദിശയിലെത്തിച്ച ആളുകളെ അണിയറ പ്രവർത്തകർ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ സിനിമയുടെ നെടുന്തൂണുകൾ എന്ന് വിളിക്കാനാണ്. മലയാള സിനിമയുടെ പുതിയ ശബ്ദം എക്കോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എക്കോയുടെ ക്രൂ മെമ്പേഴ്സാണ് ഇന്നെൻ്റെ കൂടെയുള്ളത്. നമുക്ക് ഓരോരുത്തരെയും പരിചയപ്പെടാം. ആദ്യം കൂടെയുള്ളത് പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫി ചെമ്മാൻ ആൻഡ് ഈ സിനിമയുടെ റൈറ്ററും DOP-യുമായിട്ടുള്ള ബാഹുൽ ആൻഡ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ജയറാം ചേട്ടൻ ആൻഡ് നമ്മുടെ സ്വന്തം മാത്തിച്ചേട്ടത്തി ഈ സിനിമയുടെ ഡയറക്ടർ ആൻഡ് ദിജിത്ത് ആൻഡ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഷാഹിർ മുഹമ്മദ് ആൻഡ് നമ്മൾ കണ്ട് വിസ്മയിപ്പിച്ചിട്ടുള്ള ആ ഡയറക്ടർ സജീദ് തമശ്ശേരിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ നമ്മുടെ പടം സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖത്തുണ്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സന്തോഷത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളെന്നെ പറയാം. ഫസ്റ്റ് പ്രോജക്റ്റ് ഇങ്ങനെ ഫിനാൻഷ്യൽ സക്സസ് എത്രത്തോളം മെഷർ ചെയ്യാനായിട്ടില്ല. സോ എൻഡ് ഓഫ് ദി ഡേ വി ഗോട്ട് എ ഗുഡ് ഫീൽ, മേഡ് എ ഗുഡ് പ്രോജക്റ്റ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദാറ്റ്. മ്ലാത്തിച്ചേട്ടത്തെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഇഷ്ടവും ലവ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹൗ ഡു യു ഫീൽ വെൻ യു കെയിം ബാക്ക് ടു കേരള ആൻഡ് റിസീവ് ലോട്ട് ഓഫ് ലവ് ഫ്രം മലയാളീസ്? So grateful to be appreciated, and I'm so happy that this team chose me and that I could do a satisfying job which is good for me, for the film and for the producers and everybody. ഇപ്പം നിങ്ങൾ തിരിച്ചെത്തുമ്പോഴേ ഞാൻ തന്നെ ഇപ്പം നിങ്ങൾ ഓരോരുത്തരും മാറിയിരുന്ന് ഇത് ഞങ്ങളുടെ വീട് വെച്ച സ്ഥലം, ഇവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്ന ഓരോന്നായിട്ട് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. സോ തിരിച്ചെത്തിയപ്പോൾ നിങ്ങളുടെ ഒരു ഫീൽ എങ്ങനെയാണ് ഈ സ്ഥലത്തെത്തിയപ്പോൾ? ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉണ്ടായിരുന്ന, അതിന് ശേഷം ഒരു ഫുൾ ഷൂട്ട് നടന്നു. ഒരു ഫാമിലിനെ പോലെ ഇവിടെ ഒരു 1.5 മാസം നമ്മൾ കഴിഞ്ഞു. അത്രയും നല്ല ഒരു എന്താ പറയുക റാപ്പുമായിരുന്നു ആ ടീമുമായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം തിരിച്ച് ആ വീടില്ലാതെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ആ ഒരു ഏരിയ ഭയങ്കര സന്തോഷമുണ്ട്. അത് ഒരു ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ആ ഫീലിംഗ് പറയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. ഹാപ്പി. ഇപ്പം റൈറ്ററിൻ്റെ കൂടെ പറയൂ. അല്ല, എനിക്ക് സന്തോഷം വെച്ചാൽ എല്ലാവരുടെയും സന്തോഷം. ഇപ്പോൾ ഇന്ന് പേഴ്സണലി ഇന്നിപ്പോൾ സജീഷ് ഭായി കുറച്ച് മുന്നേ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. പുള്ളിയെ കഴിഞ്ഞ ദിവസം മലയാളത്തിലെ വളരെ പോപ്പുലർ ആൻഡ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടർ വിളിച്ചിട്ട് സജീഷ് ഭായി അടുത്ത് ചോദിച്ചത്, നിങ്ങൾ ആ മ്ലാത്തിച്ചേട്ടത്തിയുടെ വീടിൻ്റെ ഇൻറ്റീരിയർ എവിടെയാണ് ഷൂട്ട് ചെയ്തത്? പുള്ളി അതൊരു ആക്ച്വൽ ലൊക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ട്, എവിടെയോ ശരിക്കുള്ള ഒരു ലൊക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ചോദിച്ചാൽ. അപ്പോൾ അതൊരു മെഡലായിട്ട് തോന്നിയല്ലേ ആ ചോദ്യം. കാരണം അതെല്ലാം സെറ്റ് ചെയ്തതാണ്, എല്ലാം ക്രിയേറ്റഡ് ആണ്. അത് സജീഷ് ഭായിക്കുള്ളൊരു വലിയ കയ്യടിയായിട്ട് തോന്നി. ഇപ്പം മലയുടെ മുകളിലൊരു വീട്, അതിപ്പം ഒരു റിച്ച് ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ ആണെങ്കിൽ നമുക്ക് മലയുടെ മുകളിലൊരു വീടിന് ഒരു പരിമിതികളുണ്ടാവും. പക്ഷെ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു വീടാണ്. മലയുടെ മുകളിലൊരു വീട് പണിയാ എന്ന് പറയുന്നത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? സജീഷ് ഭായും ഷാഫിക്ക് ഉണ്ടെങ്കിൽ മലയുടെ മുകളിൽ വീട് പണിയാന്നുള്ളത് ചലഞ്ചിങ്, ഇവിടേക്ക് മെറ്റീരിയൽ എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള ടാസ്ക് ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ അതൊക്കെ കവർ ചെയ്യാൻ പറ്റി. പിന്നെ ഈ വീടെന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. അതിന് മുമ്പ് ഞങ്ങൾ ഇരുന്ന് നല്ലൊരു പക്ക എല്ലാം ഐഡിയ സെറ്റ് ചെയ്തതിന് ശേഷമാണ് തുടങ്ങിയത്. പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കയറിയപ്പോൾ മഴ ഉണ്ടല്ലേ, ഇതിലും വലിയ മഴയും കാറ്റുമായിരുന്നു. സെറ്റ് ഇടുന്ന സമയം മുതൽ ഷൂട്ടിംഗ് അവസാനിക്കുന്ന വരെ മഴയാണ്. അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ടാസ്ക്. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചവരെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഉച്ച കഴിഞ്ഞാൽ ഇത് മൊത്തം പൊതിഞ്ഞ് കെട്ടിയിട്ടാണ് ആൾക്കാർ വർക്ക് ചെയ്യുക. കാരണം ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ ഉറപ്പായി മഴ പെയ്യും.
അപ്പം മഴ നമുക്ക് മാത്രമല്ല, സമയം കാറ്റ്. പരിമിതമായിരുന്നു. കാറ്റാണ് ഭയങ്കര സഹിക്കാൻ കാറ്റ്. പറ്റാത്തത്. കാറ്റ് റെഡ് അലേർട്ട് ആയിരുന്നു, സ്റ്റോം ആയിരുന്നു. എനിക്കൊന്ന് വീട് തന്നെ അത്യാവശ്യം മേൽക്കൂര നന്നായിട്ട് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ഏടുകൾ മാത്രം. അതിലും വലിയ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്. ഡെയിലി ഓടുകൾ എടുത്തിട്ട് പൊക്കിയിട്ട് താത്തിയിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കയറൊക്കെ ഇട്ടിട്ട് കെട്ടി വെച്ചതാ. പാറയിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞ കൂടെ ഷാഫിക്കും സജീഷേട്ടനും ഉണ്ടെങ്കിൽ ഒന്നും ഒരു വലിയ പേടിക്കാനില്ല. രാവിലെ വരുമ്പോ 10-50ഓളം ഓടുകളെല്ലാം പാറിപ്പോയിട്ടുണ്ടാവും. ആ. അപ്പോൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ആട്ടുകാർ അടിയിൽ താഴെ അകത്തോട്ട് വെള്ളം കംപ്ലീറ്റ് നനഞ്ഞെടുക്കുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞ് അത് കംപ്ലീറ്റ് ഉണക്കണം. ഈ ഓട് റീഫില്ല് ചെയ്യണം. ഓട് സ്പെയർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ബാക്കി പറന്നുപോയ ഓടുകളൊക്കെ പരിസരത്തുണ്ട്. നടന്നപ്പോ കണ്ടില്ലേ? ഇപ്പോ ഈ സ്ഥലം ആദ്യമായിട്ട് ഈ സ്ഥലമാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, അതിന് ചുറ്റുപറ്റിയാണ് ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണേ. ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു? ചുമ്മാ തെണ്ടി നടന്നു. അതായത് റോട്ടിൽ വണ്ടി നിർത്തുന്നു, അവിടെ ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കയറുന്നു. കയറി അന്വേഷിച്ച് ഓരോ ഏരിയ പോയി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ്ട് ഇതൊക്കെ ആദ്യം ഒരു റൗണ്ട് ഞങ്ങൾ നോക്കി പോയതാ. പിന്നീട് വീണ്ടും വന്നിട്ടാണ് ഇവിടെ നമ്മൾ ഫൈനൽ ചെയ്യുന്നതും ഇവിടെ ഇതിങ്ങനെ ചെയ്യാമെന്നുള്ളതും. നമ്മുടെ ഇവിടുത്തെ ഒരു ലൊക്കേഷൻ മാനേജർ ഉണ്ടായിരുന്നു, സണ്ണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയാണ് നമ്മളെ ബാക്കി കാര്യങ്ങളൊക്കെ സഹായിച്ചത്. ആദ്യത്തെ ആരുടേതാണ് എന്താണ് പ്രോപ്പർട്ടി എന്നൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. വരുന്ന സ്ഥലം കാണുക, പിന്നീടാണത് ഇവിടേക്ക് എങ്ങനെ എത്തിപ്പെടും, സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അങ്ങോട്ട് വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായതല്ലോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരാൾ കണ്ടുപിടിക്കും. ആ കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ പേരാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് മ്ലാത്തിമല. മ്ലാത്തിമല എന്ന് ജസ്റ്റ് ഓക്കെ, നമുക്ക് വീട് വരുന്ന സ്ഥലമായിരുന്നു മ്ലാത്തിമല. മാത്തിമല. പിന്നെ ഒരു ഉടുപ്പുരി മലയുണ്ട്, നമ്മുടെ ഒരു ജോബിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അസോസിയേറ്റ് ഉണ്ട്. ഓക്കെ. അപ്പം ഞാനും ബാഹുലും ഇങ്ങനെ തപ്പി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുത്തനുണ്ട് ദൂരെ നിന്ന് ഡ്രസ്സ് ഊരിയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ നല്ലൊരു ഏരിയ. അപ്പം അങ്ങനെ ഉടുപ്പുരി മല. പിന്നെ എൻ്റെ പേരിൽ തന്നെ ഡാൽജി മല എന്ന് പറഞ്ഞിട്ട് അവനിട്ടതാണ്. ഞാനൊരു സ്ഥലം നമ്മുടെ പോത്തൻ നിൽക്കുന്ന ഏരിയയിലെ അത് ഞാൻ കണ്ടതാണ്. അപ്പോൾ എൻ്റെ പേര് ഡാൽജി മല എന്നിട്ട്. അതേപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള മല എന്തായാലും അതായിരുന്നു പോളർ മല. അങ്ങനെ പല മലകളും ഇങ്ങനെ നമ്മൾ പേരിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്ര സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും? ജില്ലകൾ തോറും ബോണക്കാട് മുതൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രം, ബോണക്കാട്, മറയൂര് നമ്മൾ പോയത്, മൂന്നാറ്, കാന്തല്ലൂര്, നെല്ലിയാമ്പതി, മാമലക്കണ്ടം, പാലക്കാടില്ലേ, പാലക്കാട് ധോണി, മൂന്നാറ് പോയി, പിന്നെ അതിരപ്പള്ളി ഒക്കെ കയറിയിട്ടുണ്ട്. അവസാനമാണ് പ്രധാനമായിട്ട് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരു നിശ്ചിത ലിമിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ നിർത്തണം എന്നുണ്ടായിരുന്നു, ഇതിൻ്റെ എക്സ്പെൻസ് വൈസ് ആയാലും. അപ്പോൾ ലൊക്കേഷൻ പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി CG ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുക. ഞാൻ പീരീഡാണ്, അപ്പോൾ അതുകൊണ്ട് മോഡേൺ കാലത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊന്നും അധികം വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്ന എന്നാൽ ലാവിഷ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് നമുക്ക് എവിടെ കിട്ടുന്നുള്ളതായിരുന്നു പ്രധാനമായിട്ട് സെർച്ചിൻ്റെ പ്രയോറിറ്റി അതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും വിസിബിളി റോഡൊന്നും ഐലൻഡിലില്ല, അധികം ഇറേസ് ചെയ്യാനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര കൺവീനിയൻസ് ആയിട്ട് തോന്നി. പിന്നെ അടുത്തടുത്ത് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പം വിനീതേട്ടൻ നിൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ മറ്റൊരു സന്ദീപ് ഇറങ്ങി നോക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ തന്നെ ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇതിനെല്ലാത്തിലുള്ള സ്പോട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ പർട്ടിക്കുലർലി ഈ സ്പേസിലേക്ക്. മേ ബി വീട് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെയും ബെറ്റർ സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ചിന്തിക്കുമ്പോൾ ലോജിസ്റ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂന്ന് പ്രധാനമായിട്ടും പ്രൊഡ്യൂസറുടെ ആരോഗ്യം നമ്മൾ കാര്യമായിട്ട് കണക്കിലെടുക്കണം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടുന്നതാണെങ്കിൽ ചൈനീസ് മേള പോലെ അങ്ങനെ ഇത് ഒത്തു കിട്ടി, പിന്നെ മുറുക്കെ പിടിച്ചു. What was your experience working on this movie? My experience, this is Long my story. first time shooting such a big production team and everything. So I didn't know what to expect. But it was a lovely experience. Awesome. That's all I can say. The people, the way they loved me, the way they protected me, too much sometimes, but still they cared for me. So that love, that security I felt shooting out here all alone from the hills of Meghalaya, I never felt any fear or anything. It was awesome, really. It was, and the scenery and everything, it kept me enthralled all the time, and never boring. The day was, not a single day was boring. It was always fun. It was always interesting.
And the people were awesome. Thank you. ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്തെ എല്ലാവരും മല കയറുമ്പോൾ കുറച്ച് പാടോട്ട് കൂടെ കയറണേ പ്രാർത്ഥിച്ചെടുത്ത് സ്പീഡിൽ കയറുക. No, she was so cooperative, and the courage what she had. Oof. It was raining, it was storm, it was weather condition very മോശമായിരുന്നു. But the way that she cooperated, she was patient enough to understand, adjust, she was ready to learn. Was awesome and enjoy amazing. ചെയ്യായിരുന്നു. Yes. The challenges were there Yeah. for all of us, for the whole team. But somehow we managed to get it through, get it done. Her only conscious was, am I doing right? Okay, you are happy, no? I'm at the expectation level, no? That's the only concern what she had. Yes. ഈ സിനിമയിലുള്ള 2 ലേഡി കഥാപാത്രങ്ങളും സിനിമയിൽ ഇതിനും അഭിനയിച്ചിട്ടില്ല. ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കത് സർപ്രൈസ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാളുടെ മാത്രമാണ് ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത്? ഒരുപാട് മുഖങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാസ്റ്റിംഗിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി ഒരുപാട് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നാത്തിച്ചേട്ടത്തിൽ എത്തുന്നത്? പുള്ളിക്കാരുടെ കോൺഫിഡൻസ്, നമ്മൾ ഓഡിഷൻ നടത്തിയ കഥകളൊക്കെ പല പറഞ്ഞു. നമ്മൾ ക്യാൻഡി ആയിട്ട് നമ്മുടെ കണ്ണിൽ പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കോൺഫിഡൻ്റ്ലി അക്നോളജ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആക്ട് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, ഞാൻ ആക്ടറല്ല, ഇതെൻ്റെ പ്രൊഫഷനല്ല, പക്ഷെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വന്ന് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് 10-70 വയസ്സായി, എനിക്ക് ജീവിതത്തിൽ കാണാത്തൊന്നുമില്ല, ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും അഡ്വഞ്ചർ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ. ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഹിറ്റ് ചെയ്തത്. ഈ ഇമോഷൻ സീൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. ഏതാണ് ഒരു ഡയറക്ടർ റൈറ്റർ എന്ന ഇതിൽ നമ്മൾ സ്ക്രീനിൽ പെർഫോം ചെയ്യുന്ന കാണുമ്പോഴേ നിങ്ങൾ ഞെട്ടിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സമയത്ത് ഞെട്ടിപ്പോയിട്ടുള്ളത് ഒരു സീനുണ്ടോ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ക്ലൈമാക്സ് മൊമെൻറ്റ് ഷൂട്ട് ചെയ്ത സന്ദീപും നാത്തിച്ചേട്ടത്തിയും സംസാരിക്കുന്ന ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ പാറയിലാണ് അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചത്. അവിടുത്തെ ഓരോ ബിറ്റും ഓരോ ഷോട്ടുകളും അത്രയും കൗണ്ടിങ് ആയിരുന്നു. മീൻസ് സിനിമയ്ക്ക് അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഷോട്ടുകളും ഡയലോഗ് പ്രസൻറ്റേഷൻസും ആയിരുന്നു. നല്ല കാച്ചിക്കുറുക്കിയ രീതിയിൽ വേണം അത് പറയാൻ, സട്ടിലിറ്റി വേണം. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരി, അതെന്ന് വെച്ചാൽ അന്ന് ഈ എന്താണ് ക്ലൈമറ്റ് ഇങ്ങനെ കെപ്റ്റ് ഓൺ ചേഞ്ചിങ് ആണ്. ഒരു കാറ്റ് വരുന്നു, ഫോഗ് വരുന്നു, പിന്നെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് വിൻഡോ ആയിരിക്കും കിട്ടുക. അതിൻ്റെ ഇടയിൽ ആ ഷോട്ട് നമ്മൾ എടുത്തിരിക്കണം. അപ്പോഴൊക്കെ പുള്ളിക്കാരി അതൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ തന്നെ അത് ഓക്കെ ആക്കി തരുമായിരുന്നു. അതൊക്കെ നമ്മൾ ഞെട്ടിച്ച കാര്യങ്ങൾ. ഇപ്പം പാപ്പച്ചൻ സാറ് ഇപ്പം ആൾക്കൊരാൾക്ക് പണി കൊടുക്കണം, ദേഷ്യം ഒരു മനുഷ്യരോടുണ്ടെങ്കിലും ഈ സെൽഫ് റെസ്പെക്ട് വിട്ട് കളിക്കില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ആ ക്യാരക്ടർ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ ഈ കഥ പറയുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഓരോ കഥാപാത്രവും ഗംഭീരമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ കഥയിലേക്ക് ഇന്നാൻ വേണ്ടി നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവും. ഈ കഥാപാത്രത്തിൽ എന്തായിരുന്നു ഇവർ കഥ പറയുന്ന സമയത്ത്? ആക്ച്വലി എന്നോട് ഇതിൻ്റെ കഥയൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പാപ്പച്ചനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാപ്പച്ചൻ എന്തായിരുന്നു, പാപ്പച്ചൻ ഇപ്പം എന്താണ്, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുന്ന രീതിയിൽ എന്നോട് പറഞ്ഞു, റൈറ്റർ പറഞ്ഞു, ഡയറക്ടറും പറഞ്ഞു. അത് എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്തു. അത് ഗംഭീരമായിരുന്നു. ഇപ്പൊ ഇന്ന് സിനിമ കണ്ട എല്ലാവരും പല ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കുകയാണ്. പല വീഡിയോസ് ഇറങ്ങണു, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞ് പല വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇപ്പോഴാളുകൾ വീണ്ടും ആ സിനിമകൾ കാണുന്നു, പല ചോദ്യത്തിനും പുറകെ പോകുന്നു ഉത്തരം കണ്ടുപിടിക്കാൻ. ഈ സിനിമയുടെ പുറകെ നിന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ഇത് ആഗ്രഹിച്ചിരുന്നോ? അല്ലെങ്കിൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ ആളുകൾ ഈ ചോദ്യത്തിന് ഉത്തരം അവർ കണ്ടുപിടിക്കണം, അങ്ങനെ ചിന്തിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ആ രീതിയിലാണ് ആ ഓരോ ഡോട്ട്സും പോകുന്നത്. മീൻസ് എല്ലാ രീതിയിലും ആൾക്കാർ ലാസ്റ്റ് എത്തുമ്പോൾ അവർക്ക് തന്നെ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവിൽ അവർ കാണുന്നു. അത് അവരുടേതായിട്ടുള്ള ഒരു കഥകൾ മെനയാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ എഴുത്ത് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവും. ഈ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കാം, ഈ രീതിയിൽ വന്നതായിരിക്കാം. അങ്ങനെ സ്പൂൺ സ്പീഡ് ചെയ്യാത്ത രീതിയിലാണ് ബാഹുല അത് എഴുതിയിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരത് ചർച്ച ചെയ്യുന്നതും. ഇപ്പോഴും ഏത് കോഫി ഷോപ്പിൽ പോയാലും ആളുകൾ എക്കോനെ പറ്റിയിട്ടാണ് അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചർച്ച വന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ എഴുത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അത് ബാഹുല ആ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ എനിക്കും തോന്നി പല ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലും ഞാനും ബാഹുല എപ്പോഴും ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അത് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു ലൈഫ്, ഈ പടത്തിൻ്റെ ഒരു സോൾ എന്ന് പറയുന്നത്. റൈറ്റർ എന്ത് തോന്നുന്നു? അല്ല, ഇത് ഈ ഡിസ്കഷൻസ് വായിക്കാൻ രസമാണ്. ഡിസ്കഷൻസ് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി കമൻസിലൊക്കെ കുറേ പേര് വളരെ അനായാസം ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ഇതിലെന്താ ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത്, ഇത് ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ആൻസർ കൊടുക്കുന്ന രീതിയുണ്ട്. അതൊക്കെ നമുക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ അവെയർ ആക്കുകയാണ്. അതായത് നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ ഓഡിയൻസ്. ആൾക്കാർ ഫാർ അഹെഡ് ആണ്. കാരണം അവരത്ര നിസാരം, ഇത് നിസാരമല്ലേ, ഇത് എങ്ങനെയാണ് ഇങ്ങനെ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ,
ഞാൻ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ, എന്നിട്ട് തന്നെ ഞാൻ അതും ഇതൊക്കെ കണ്ടല്ലോ, എനിക്കത് ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എന്നുള്ള രീതിയിൽ ഒറ്റ കാഴ്ചയിൽ കണ്ടവർ തന്നെ അത്രയും അനായാസമായിട്ട് അതിനൊക്കെ മറുപടിയും വിശദീകരണം കൊടുക്കുന്ന ഒരുപാട് കുറിപ്പുകളും കമൻസും കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര റിവാർഡിംഗ് ആണ്, സന്തോഷമാണ്. ഓൾസോ നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ചെയ്യണം ശ്രമിക്കുമ്പോഴും അതൊരു കോൺഫിഡൻസുമാണ്. ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ അടിപൊളിയാണ്, കാഴ്ചക്കാർ റെഡിയാണ്. നമ്മളൊരിക്കലും അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് റെസ്പെക്ട് ദം. അവരെ ഇൻ്റലക്റ്റിനെ റെസ്പെക്ട് ചെയ്യണം, അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതിൻ്റെ വലിയൊരു ഓർമ്മപ്പെടുത്തൽ എന്നും ഓർമ്മയിൽ വെക്കണം എന്നുള്ളതിൻ്റെ ഒരു പാടാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിനെ കേൾപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവില്ല എന്താ ഉദ്ദേശിക്കുന്നത്, തുടക്ക സമയത്ത് ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഇതെന്തുകൊണ്ടാണ് ചെയ്യാം, അല്ലെങ്കിൽ അതേ കൊണ്ട് കഥ വായിച്ചിട്ട് ഈ സിനിമ എന്തായാലും ചെയ്യുന്നൊരു തീരുമാനമെടുക്കുന്ന കാരണം എന്തായിരുന്നു? ബാഹുലും രഞ്ജിത്തും ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്, ഇപ്പം വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുന്നു. ആ പ്രൂവ് ചെയ്ത സാധനം ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്നും മനസ്സിലായിട്ടില്ല ആക്ച്വലി. എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു സാധനമാണ്. ഓക്കെ, എന്തോ ഒരു നല്ല സംഭവമാണ്, എന്തായാലും ചെയ്യാം എന്നൊരു ഇവരുടെ പോലെ കോൺഫിഡൻസ് തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? സിനിമ കണ്ടതിന് ശേഷം പക്ഷെ പ്രൊഡ്യൂസറിന്റെ ഒരു ട്രസ്റ്റ് ഇങ്ങനെ വരാന്ന് പറയാൻ നമുക്ക് വർക്ക് ചെയ്യാനും കുറച്ചും കൂടി ഒരു ഫ്രീ സ്പേസിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു കിട്ടാറില്ല. ഉറപ്പായിട്ടും. പിന്നെ അതുകൊണ്ടാണ് നമ്മളും ഈ പറഞ്ഞൊരു ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് കൂടെ വെക്കുന്ന ഒരാൾ, അപ്പോൾ നമ്മൾ പുള്ളിയും പരമാവധി കെയർ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഷാഫിക്കയുടെ 100%. അല്ല, നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസറിനെ കിട്ടില്ല. നമ്മളിപ്പം വേറെ ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ഫ്രീയോടുകൂടി നമ്മൾ പല കാര്യങ്ങളും മൂപ്പര് തന്നെ എല്ലാ രീതിയിലും മൂപ്പര് ഓക്കെ അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്. ആ ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരുന്നു. ചിലപ്പോൾ ആ ഫ്രീഡം ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് കോസ്റ്റ് കൂടി തന്നെ. മ്യൂസിക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഡബിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ എഡിറ്റ് ചെയ്ത ഒരു വേർഷൻ കണ്ടിട്ട് എല്ലാം കണ്ടു ഓക്കെ അല്ലേ ജയറാംജി, എന്തായി ഓക്കെ അല്ലേ? ആ ഓക്കെ ആണ്. എനിക്ക് ആ അവസാനം കണ്ട് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. പറഞ്ഞാൽ അത് മ്യൂസിക്കും സൗണ്ട്സും ഒക്കെ വരുമ്പോൾ മനസ്സിലായിക്കോളും, അതിൽ കൊണ്ടിട്ടോ ഓക്കെ ബാക്കിയൊക്കെ റെഡിയാണ്. എനിക്ക് ആ ഫൈനലായിട്ട് മനസ്സിലായില്ല. പുള്ളി ഹാപ്പി ആയിട്ട് തന്നെ പറഞ്ഞു കിട്ടോ. പരമാവധി എത്രയും വേഗം ഇത് റിലീസ് ചെയ്യണം എന്നുള്ള ഏറ്റവും വാശി പിടിച്ച ആള് ഞങ്ങളുടെ പ്രൊഡ്യൂസറാണ്. ഇത്രയും സ്പീഡിൽ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയണം, എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഇപ്പൊ ആർട്ട് വർക്കിൽ വരുന്ന സമയത്ത് വീട്ടില് എന്തൊക്കെയായിരുന്നു ഇവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായത്, അല്ലെങ്കിൽ ഈ വീട് ഈ രീതിയിൽ വേണം, ഇങ്ങനത്തെ ഒരു ഐഡിയാസ് കാര്യങ്ങൾ, ഇവരുടെ റെഫറൻസ് എന്തായിരുന്നു ശരിക്കും? ഇവരുടെ റെഫറൻസ് ഒന്ന് പ്രധാനമായിട്ടും നമ്മളിരുന്ന സമയത്ത് ക്യാരക്ടേഴ്സിൻ്റെ ആ സീനൊക്കെ എങ്ങനെയാണ് ചെയ്യുക, ആ ക്യാരക്ടർ എവിടെ നിന്ന് വരും, എങ്ങനെ വരും, അങ്ങനെയുള്ള ഒരു പരിപാടിയിലാണ് ഇതിൻ്റെ പ്ലാനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ ആ കാലഘട്ടങ്ങളിലൊരു വീട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ റെഫറൻസ് എടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ചില ഫോട്ടോസുകൾ, ചില ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളൊരു പുതിയ വീടുണ്ടാക്കി. പിന്നെ സ്ക്രിപ്റ്റിൽ തന്നെ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഈ വരുന്ന വഴികളെ കുറിച്ചും വീടിനെ കുറിച്ചും ആ കവലയെ കുറിച്ചും കാട്ടുകുന്നിലേക്കുള്ള പാത എങ്ങനെ വേണം എന്നുള്ളതും എല്ലാം. പ്രധാനമായും ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ പറഞ്ഞു തരുന്ന പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു സാധനത്തിൽ വെച്ചിട്ട് സ്ക്രിപ്റ്റിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് ഡയറക്ടർ ചെയ്യേണ്ടത്. കാരണം പശ്ചാത്തലങ്ങൾ സജ്ജീകരിക്കുമ്പോഴും കഥാപാത്രത്തിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അപ്പോൾ ശരിക്കും അത് ഇൻവോൾവ് ആവേണ്ടത് നമ്മൾ സ്ക്രിപ്റ്റിലാണ്. അത് ഡീറ്റെയിൽ ആയിരുന്നു. പിന്നെ അതിലപ്പുറം പുള്ളീൻ്റെ അടുത്ത് പോയി ഇരുന്ന് കഴിഞ്ഞാൽ അത് A to Z നമുക്ക് പറഞ്ഞു തരും. ചേട്ടനാണെങ്കിൽ പിന്നെ ഒരു അകൽച്ചകളില്ലാത്തതുകൊണ്ടോ എപ്പോൾ വേണമെങ്കിലും വിളിച്ചു, ഏത് പാതിരിക്ക് വേണമെങ്കിലും വിളിച്ചു അതെങ്ങനെ ചോദിച്ചാൽ കറക്റ്റ് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സംശയങ്ങളൊന്നുമില്ലായിരുന്നു, എല്ലാം ചെയ്യാൻ എളുപ്പമായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ സെറ്റ് ഇടുന്ന സമയത്ത് ഉണ്ടാകുന്ന നോർമൽ ഒരു സ്ഥലത്ത് സെറ്റ് ഇടുന്ന പോലെ അല്ല ഇതുപോലത്തെ ഒരു സ്ഥലത്ത് സെറ്റ് ഇടുന്നത്. കാരണം ഇവിടേക്ക് വണ്ടിയൊന്നും കയറി വരില്ല, ഈ പിക്കപ്പ് മാത്രമേ കയറി വരുള്ളൂ. അപ്പോൾ എല്ലാ സാധനവും താഴെ ഇറക്കിയിട്ട് അത് വേറെ വണ്ടിയിൽ കയറ്റി അതിന് അഡീഷണൽ ആൾക്കാർ വെച്ച് അത് കുറച്ചാണ് വരിക. ആ വണ്ടിയിൽ സാധനം കയറ്റിക്കൊണ്ടുവരുന്ന വീഡിയോസൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അതിലൊക്കെ ഈ പിക്കപ്പിൻ്റെ ഫ്രണ്ടിൽ പൊങ്ങിപ്പോവാതിരിക്കും, ഫ്രണ്ടിൽ ആളുകൾ കയറി ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവരിക, ഈ മഴേനെ നോക്കുക, ഇങ്ങനത്തെ കുറച്ച് നമുക്ക് കിട്ടിയ സമയത്തിൽ ഒരുപാട് സമയം മഴയും ഇതുപോലത്തെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പോയി. പക്ഷെ അല്ലെങ്കിൽ അതിനും നേരത്തെ സെറ്റ് തീർക്കായിരുന്നു എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അല്ല സജീഷ്, ഒന്നെന്ന് പറഞ്ഞാൽ മുന്നേ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ബേസ് ഇല്ല. എന്താ പറഞ്ഞാൽ ഇതിവിടെ നല്ല ഹെവി വിൻഡാണ്. അന്ന് നമ്മൾ ഈ ലൊക്കേഷൻ കാണുമ്പോൾ അത്ര ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ സജീഷ് അന്ന് തന്നെ മനസ്സിലാക്കി ഓക്കെ ഇങ്ങനെയെല്ലാം സാധ്യതകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ബേസും റൂഫും അത്രയും സ്ട്രോങ് ആക്കി.
ഇതില്ലെങ്കിൽ നോർമൽ ഒരു സെറ്റ് ചെയ്യുമ്പോൾ അത്ര ഇതാവില്ല, അത്ര സ്ട്രോങ് ആക്കില്ല. പക്ഷേ അത് അന്ന് ചെയ്തുകൊണ്ട് അത് പിടിച്ച് നമ്മൾ എന്താ പറയുക, മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ക്രൂ എല്ലാവരും നിൽക്കുന്നത്. ഇത് രാത്രിയിൽ അത്രയും ഹെവി, അതെല്ലാം കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നല്ലേ, നമ്മളെല്ലാവരും ഉള്ളിൽ നിന്നിട്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിനൊരു വലിയൊരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു നിരയുണ്ട്, വളരെ ശക്തരായിട്ട്. ഞാനിപ്പോൾ ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊരു 2-3 നല്ലതുണ്ടാവും, ബാക്കിയൊക്കെ പേടായിരിക്കും. പക്ഷേ ഇതിൽ എല്ലാവരും ഈ ഒരു എന്താ പറയുക, അവരുടെ സ്വന്തം പടമായിട്ട് ഡയറക്ടേഴ്സ് മാത്രം എല്ലാവരും എല്ലാ രീതിയിലും എല്ലാവരും ഭയങ്കര യൂണിറ്റുകളാണ്. സ്വന്തം പടം, അവരുടെ സ്വന്തം പടം എങ്ങനെ ചെയ്യും, അതിലൊരുപാട് അത്രയും കമ്മിറ്റ്മെന്റ് ആയിരുന്നു, ഡെഡിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ആണെങ്കിലും എന്നെ ആണെങ്കിലും മറ്റേ ക്യാമറമാനും ഡയറക്ടറെ പോലും ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുണ്ടായിരുന്നു. അവരാണ് നമുക്ക് അത് വേണം, ഇതുകൂടി വേണം, ഇങ്ങനൊരു സാധനം കൂടി ഇവിടെ ഉണ്ടായാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ. എല്ലാവരും പേരെന്ന് പറഞ്ഞാൽ ജോബിൻ എന്ന് പറഞ്ഞിട്ടും അഫ്നാസ്, സാഗർ എന്ന് പറഞ്ഞ ചീഫായിരുന്നു, അതേപോലെ ദ്വാരക്, ആദി എന്ന് പറഞ്ഞ അബി, ഇവരെന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രോങ് പില്ലേഴ്സാണ്. ഇവരുടെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ എന്തെങ്കിലും മിസ് ചെയ്താൽ കൂടെ അവർ വന്നിട്ട് ചേട്ടാ ഇങ്ങനെ വേണ്ടിയിരുന്നില്ലേ, ഇങ്ങനെ അത്രത്തോളം അവർ അതിൻ്റെ ആ സ്ക്രിപ്റ്റിൽ കമ്മിറ്റ്മെൻറ്റ് മീൻസ് അതിനോടുള്ള ഇഷ്ടമാണ്. ആക്ച്വലി അതിനോടുള്ള നമ്മൾ ഈ പ്രോജക്റ്റിനോടുള്ള ഇഷ്ടമുണ്ടല്ലോ, ഇഷ്ടമുള്ളതുകൊണ്ട് അവർ അത്രക്കും ഒപ്പത്തോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യമാണ്, ബ്ലെസ്സിങ് ആണ് സത്യം പറഞ്ഞത്. അത് ശക്തമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അത് ഇങ്ങനെ കിട്ടാറില്ല, ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടാറില്ല ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്. അത് ഭയങ്കര ഈ പടത്തിൻ്റെ വിജയത്തിന് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാനും ഒരുപാട് ഇങ്ങനെ ഒരു പടം കഴിഞ്ഞാൽ അടുത്ത പടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഈ വിജയത്തിന് ഞങ്ങളെ പോലെ തന്നെ അവരും ഇതിൻ്റെ വിജയത്തിലെ അവകാശികളാണ്. ഈ സിനിമയിലെ മറ്റ് ക്യാരക്ടർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോഗ്സും ഇതിലൊരു മെയിൻ ക്യാരക്ടേഴ്സാണ്. നമ്മൾ സിനിമയിൽ ഒരുപാട് ഡോഗ്സിനെ കാണുന്നുണ്ട്. ശരിക്കും എത്ര ഡോഗ്സ്? 10 അല്ലേ? ഇപ്പം അതിലൊരു ചാടി തള്ളിയിടുന്ന ഒരു സീനുണ്ട്. അപ്പം അത് ട്രെയിൻ ചെയ്യിപ്പിച്ച് എന്നും സി ജി അല്ല, എല്ലാം ട്രെയിൻഡ് ആണ്. ആ ട്രെയിൻഡ് ജിജീഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തുള്ള ഒരു വാലാട്ടിയുടെ ട്രെയിനറാണ്. അയാളാണ് എല്ലാം ചെയ്തത്. അയാളുടെ ഓരോ ടെക്നിക്സാണ് അയാളുടെ ടാലൻ്റാണ് ഇവിടെ കണ്ടത് നിങ്ങൾ. അതും വിത്തിൻ ഒരു 1 month പീരീഡിൽ ചെയ്ത ട്രെയിനിങ് ആണ്. അപ്പോൾ അത് ഫുൾ ക്രെഡിറ്റ്സ് അയാളുടെയാണ്. അയാൾ അത്രത്തോളം അതിനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളുടെ കൂടെ പെർഫോം ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ മൂഡ് അനുസരിച്ച് വേണം ബാക്കിയുള്ളവർ നിൽക്കാന്ന് പറയാറുണ്ട്. ശരിക്കും ഇത്ര 10ഓളം അല്ല, ഇതിനെല്ലാം ഓരോ ടാസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഓരോ രണ്ട് ഇത് ഓരോന്നിന് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജമ്പ് എന്ന് പറഞ്ഞല്ലോ, ആ ജമ്പിന് രണ്ടെണ്ണമാണ് പ്രോപ്പർലി ജമ്പ് ചെയ്യുക. അഥവാ ഒന്നിന് ടയർഡായിട്ടുണ്ട് മറ്റേത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ രണ്ടും ചെയ്തിട്ടുണ്ട്. ഒന്ന് ടയർഡായപ്പോൾ അതിനെ മാറ്റി, പിന്നെ വേറെ മറ്റേതിനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ടാസ്ക് ഒന്നെന്ന് പറഞ്ഞാൽ നല്ല ഓട്ടമാണ്, ഭയങ്കര ഫാസ്റ്റ് ഓട്ടം 2 ഉണ്ട്. സാഗർ സോറി എന്തൊരു പേര്, റോഷനാണ് ബെസ്റ്റ് ഓട്ടമായിരുന്നു. ചവിട്ടുന്നത് കുറുമ്പി, ചിട്ട. ഇനിയിപ്പോ നമ്മള് ഓർത്ത് വെക്കും സിനിമ കാണുമ്പോൾ. ഞങ്ങളുടെ കൂടെ അഭിനയിച്ചവരല്ലേ? അതെ. പക്ഷെ അത് സിനിമയിൽ കാണുന്ന അത്രയും അഗ്രസീവ് ആയിട്ടുള്ളവരല്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇവിടെ ഞങ്ങളുടെ കൂടെ അവിടെ കളിച്ചോണ്ടിരുന്നതാണ്. അപ്പോൾ അവിടെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കും, ഇപ്പുറത്ത് ഞങ്ങൾ അതിനെയും കൊണ്ട് കളിച്ചോണ്ടിരിക്കുന്നതാണ്. ഷോർട്ട് സമയത്തെ അത് ക്യാരക്ടറായിട്ട് മാറും. ഇപ്പം അതിലൊരു ഫൈറ്റ് സീൻ, അത് മീൻസ് കണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ടിപ്പിക്കലായിട്ട് നമ്മൾ കണ്ട് പോകുന്ന ഫൈറ്റ് സീനെക്കാട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫൈറ്റ് സീനാണ്. അതിനുപയോഗിച്ച കാര്യങ്ങളൊക്കെ അത് ആർട്ടിൽ തന്നെ, ഇപ്പം എറിയുന്നത് കല്ല് കാര്യങ്ങൾ, വടി, അതൊക്കെ ആർട്ടിൽ പ്രോപ്പർട്ടീസ് വെച്ച്. അത് എങ്ങനെയാ ഫൈറ്റ് സീനിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു ശരിക്കും? അത് ഡിസൈൻ വൈസ് അങ്ങനെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സിനിമയുടെ മാത്രം സ്വഭാവമുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ആയിരിക്കണം. മറ്റൊരു സിനിമയിൽ നമ്മൾ തന്നെ ഇപ്പോൾ അടുത്തൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ സീക്വൻസ് ഫിറ്റ് ആവാൻ പാടില്ല. ഇതിൻ്റെ ഒരു സ്റ്റൈൽ, ഇതിലത്തെ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുമ്പോൾ ഉള്ള സ്റ്റൈലിലായിരിക്കണം ഈ ഫൈറ്റ് എന്നുള്ള രീതിയിൽ അത് ഡിസൈൻ വൈസ് അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ കാടൻ വൈൽഡായിട്ട്, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാതെ, ഒരു പ്രൊഫഷണൽ ഫൈറ്റേഴ്സ് ഒന്നല്ല, അവർ ആ സർവൈവലിൻ്റെ ഭാഗമായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നു, ആ റിഫ്ലക്സ് മൊമെൻറ്റിൽ അവർക്ക് ചെയ്യാൻ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ചാടി തലയിൽ കയറുന്നതോ ഇല്ലെങ്കിൽ മരത്തിൽ കയറുന്നതോ എറിഞ്ഞിടാൻ നോക്കുന്നതോ, ലാസ്റ്റ് വഴിയില്ലാണ്ടിരിക്കും വടി പിടിച്ച് താഴെ ഇടുന്നത്, കടിക്കുന്നത്, വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ആ സർവൈവൽ സ്ട്രഗിളിൻ്റെ ഇടയിൽ റിഫ്ലക്സ് പോലെ ആരും ചെയ്തു പോകുന്നതാണ്. അപ്പോൾ അത് ആ ഫോമിൽ തന്നെ വേണം. പിന്നെ ഹാപ്പനിങ് ഫോർ റിയൽ ആയിട്ട് തന്നെ ഉള്ളൊരു ഫീലിൽ വേണം. അപ്പോൾ അതിനെ ഫിക്സഡ് ഫ്രെയിമുകളൊന്നും മുൻകൂർ ധാരണയിൽ പോകരുത്. സ്പോണ്ടേനിയസ് ആയിട്ട് ഓൺ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫീൽ വേണം. എത്രത്തോളം പറ്റാവുന്നിടത്തോളം കാൻഡിഡ് ആയിരിക്കണം.
എന്ന് പറയുന്നത് അങ്ങനെ ഒരു അപ്രോച്ചിലായിരുന്നു. അപ്പോൾ റിയൽ ടൈമിൽ തന്നെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആർട്ടിസ്റ്റ് മാറിക്കോ, ഇനി ചട്ടി ഇനി അങ്ങോട്ട് കുത്തിക്കോ, കടിച്ചോ, കിടന്നോ, കുത്തിക്കോ, കട്ട് പറയുന്നൊരു കുത്തിക്കോ അല്ലെങ്കിൽ ഓടിക്കോ. അപ്പോൾ അത് അവർ അത്രയും പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടെ ആക്ടേഴ്സും നിൽക്കണം. അതിൻ്റെ എല്ലാം കൂടെ ഉള്ളൊരു ടീം വർക്കിൻ്റെ ആണത്. കാരണം അവരൊരിക്കലും ടയർഡാവില്ല. എന്ത് പറഞ്ഞാൽ അത് പ്രോസസ്സും കൂടെ ചെയ്യണമല്ലോ. ഈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ക്യൂ എടുക്കുന്നവർ പ്രോസസ്സും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം റിയൽ ടൈം, കാരണം റീഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റീടേക്ക് പോകാനുള്ള ഒരു പ്രിവിലേജ് ഒന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം സമയം അത്രയും ടൈറ്റാണ്, ഏത് സമയത്ത് വേണമെങ്കിലും മഴ വരാം. അപ്പോൾ പരമാവധി റീടേക്കിനുള്ള സാധ്യതകൾ ഒക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ട്. പിന്നെ ഇത് പറഞ്ഞൊരു കൃത്യമായൊരു പ്ലാനിലല്ലല്ലോ ഇത് പോകണം. പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ കടിക്കണം, മരത്തിൽ കയറണം, ഓടണം, ഇതൊക്കെ എന്ന് കരുതി ഇതായിരിക്കും ഫ്രെയിം, കറക്റ്റ് ഇതായിരിക്കും പൊസിഷൻ എന്നുള്ളത് ഫ്രീ ഫിക്സ്ഡ് അല്ല. അപ്പോൾ അത് ഈ പറഞ്ഞ ഫ്രെയിം വെച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് നോക്കുമ്പോൾ നീ ഒന്ന് ഇടത്തോട്ട് മാറിക്കോ, അല്ലെങ്കിൽ ഞാൻ വലത്തോട്ട് വരികയാണേ, നീ ഒന്ന് ഇപ്പുറത്തോട്ട് ചാടണേ എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ ടൈമിലാണ് പറയുന്നത്. ഇതൊക്കെ നടക്കുന്നത് മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ആർട്ടിസ്റ്റിനും ആ കോൺഫിഡൻസും ആ ഡെയറിങ് സ്പിരിറ്റും വേണം. അപ്പോൾ അതൊക്കെ പറഞ്ഞ പലതും റീടേക്ക് ഒന്നും വേണ്ടാതെ തന്നെയാണ് ആ ഫൈറ്റിലത്തെ പലതും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് സമയം പർപ്പസ്ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനും പറ്റി. അല്ലേ, ഒരു 2-3 ദിവസത്തിനുള്ളിലാണ് ആ സീക്വൻസ് മൊത്തം എടുത്തത്. നമ്മളെപ്പോഴും ഫൈറ്റ് സീൻ കാണുമ്പോൾ നമ്മൾ ഇവർക്ക് ക്ഷീണാവില്ലേ, പക്ഷെ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 5 മിനിറ്റ് ചോദിക്കുമ്പോൾ നമുക്കും കിടക്കുന്നുണ്ടായിരുന്നു. സോ അത് ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉണ്ടാവും, പക്ഷെ ആ റിയാക്ഷൻസ് ഒക്കെ അവരുടെ ഒരു കയ്യിൽ നിന്നിട്ട് റിയാക്ഷൻസ് ഒക്കെയാണ് 5 മിനിറ്റ് എന്നൊക്കെ പറയണം. ഓക്കെ, അതിന് കൊടുത്ത റിയാക്ഷൻ പിയൂസ് അത് പിന്നെ നമ്മളന്ന് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ അവർ ചെയ്യുന്നല്ലേ. അത് ഇങ്ങനെ വേണം എന്നുള്ള നമ്മൾ പറയില്ല. 5 മിനിറ്റ് ഇങ്ങനെ വരണം, 5 മിനിറ്റ് റിലാക്സേഷൻ കാണിച്ചു, അവന് കിതച്ചിട്ട് പരിപ്പിളകി നിൽക്കുകയാണ്. അപ്പോൾ 5 മിനിറ്റ് കാണിച്ചാൽ മറ്റാളും ഓക്കെ ശരി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് സമയമായി വാ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ഇത്ര എഴുതി വെക്കുന്നുള്ളൂ. അത് ഏത് സ്റ്റൈലിൽ ചെയ്യണം എന്നുള്ളത് അത് അവരുടേതായിട്ടുള്ള രീതിക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് അവരത് ചെയ്യും. അപ്പോൾ ചില സാധനങ്ങൾ വി ഷുഡ് ബി അവെയർ വെൻ നോട്ട് ടു ഫീഡ് ടു മച്ച്. എപ്പോൾ ഫീഡ് ചെയ്യണം, എപ്പോൾ ഫീഡ് ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ചിലത് ഫീഡ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഒറിജിനൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സർപ്രൈസിങ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അവരുടെ കയ്യിൽ നിന്നുണ്ടാവും. ഇപ്പോൾ ആ സന്ദീപിൻ്റെ ഒക്കെ ഈ പറഞ്ഞ പോലെ കൂടെയുള്ള കോ ആക്ടറിന് പരിക്ക് പറ്റുമ്പോൾ സന്ദീപ് പെട്ടെന്ന് ഇടുന്നൊരു റിയാക്ഷനൊക്കെ സ്പോണ്ടേനിയസ്ലി അവൻ അതിലിട്ടതാണ്. അപ്പോൾ ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ക്യാപ്ചർ ചെയ്ത് പോകുന്ന പരിപാടിയായിരുന്നു ആ സീക്വൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാ ആർട്ടിസ്റ്റും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ടേക്കിൽ അല്ലെങ്കിൽ ഒട്ടും സമയമില്ല, പക്ഷെ അവർ ആ ഫസ്റ്റ് ടേക്കിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. അത് തന്നെ നമ്മൾ തിയേറ്ററിൽ കണ്ടു. അങ്ങനെയുള്ള ഒരു സീൻ സന്ദീപിന്റെ കഥ പറച്ചിൽ, ചൈൽഡ്ഹുഡ് കഥ പറച്ചിൽ. ഓക്കെ, അത് ഫസ്റ്റ് ടേക്ക് ആയിരുന്നു. അത് ഈ ഫൈറ്റിന്റെ മേളത്തിന്റെ ഇടയിലായിരുന്നു. ഇടയിൽ വളരെ നമുക്ക് ആ ലൊക്കേഷൻ അന്ന് തീർത്തിറങ്ങണം. ഫൈറ്റിന്റെ ബാലൻസ് ഉണ്ട്. ഈ ക്ലൈമാക്സ് 5-8 പേജ് കിടക്കുന്ന സാധനം കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എടുക്കണം. ഞാനാണെങ്കിൽ ടെൻഷൻ അടിച്ച് മുൾമുനയിൽ നിൽക്കുന്നു. മഴയാണെങ്കിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്തുകൂടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൂടി വെള്ളം, മുകളിൽ നിന്ന് മഴ പെയ്തിട്ടുള്ള വെള്ളം വരുന്നു, അടിച്ചു കയറി വരുന്നു. ഞങ്ങൾ തുടങ്ങുന്ന സമയത്തൊന്നും അവിടെ വെള്ളം ഇല്ല, അത് വരുന്നു. അതിനിടയിൽ കൂടെ ഇവരിത് പറഞ്ഞു ഒരു പ്രാവശ്യം എങ്ങാനും തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്നേമെന്ന് അവിടെ നിന്ന് തുടങ്ങണം. ഞാൻ ഇപ്പം ഇത്രയും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കിഷ്കിൻ്റെ കണ്ടും ഒക്കെ എഴുതിയ ആളാണോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടാറുണ്ട് സംസാരിക്കുന്ന സമയത്ത്. ഇത്രയും കൂളായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇത്രയും സ്ക്രിപ്റ്റുകൾ നിങ്ങൾ ആദ്യം വായിക്കുന്ന സമയത്ത് ശരിക്കുള്ള റിയാക്ഷൻ എന്താ? ഭയങ്കര അത്ഭുതം തന്നെയാണ് ബാഹുല. എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് നിന്ന് ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടില്ല. സത്യം കുറേ സ്ക്രിപ്റ്റ് വായിക്കാറുണ്ട്, പക്ഷേ ബാഹുല എഴുതുന്ന ഓരോ സ്ക്രിപ്റ്റും നമ്മൾ ഭയങ്കരമായിട്ട് വേറൊരു വേൾഡിൽ കൊണ്ടുപോകാറുണ്ട്. കിഷ്കിന്ത കണ്ടായാലും അതേപോലെ എക്കോ ആയാലും അത് ഒരു ഭയങ്കര കഴിവാണ്. എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് ഇന്ന് ഇത്രയും നല്ലൊരു റൈറ്റർ ഉണ്ടോ എന്നുള്ളത് പോലും. ഭയങ്കര ഡീറ്റെയിലിംഗാണ്. നമ്മൾ അതിലേക്കാണ്ട് കയറിപ്പോകും. നമുക്ക് മനസ്സിൽ തന്നെ ആ വിഷ്വൽ വന്നു പോകും. ഇങ്ങനെ ഓരോന്നും ഈ ഫൈറ്റ് എന്ന് പറഞ്ഞല്ലോ, അത് ഫുള്ളും അതുപോലെ തന്നെ അവൻ്റെ തലയിൽ ചവിട്ടി കാലിൽ പിടിച്ചു എന്നൊക്കെ പറഞ്ഞത് ഫുള്ളും എഴുതി വെച്ചതാണത്. നമുക്ക് ആ ഫൈറ്റ് മനസ്സിൽ കാണാം. അത് ആ സാധനം പിന്നെ വിഷ്വൽ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു എല്ലാം. നമ്മളാത്തി വീടാണെങ്കിലും കവലയാണെങ്കിലും മറ്റുള്ള ഓരോ സ്ഥലങ്ങളാണെങ്കിലും അതിന് പക്ക ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പം നിങ്ങളുടെ സിനിമ ഇനി അടുത്ത് വരുന്ന സിനിമയെ കുറിച്ച് ആളുകൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം നിങ്ങൾ കൊണ്ടുവരുന്ന സിനിമ അത് മികച്ച സിനിമയായിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഓഡിയൻസിന്റെ ഭാഗത്തുണ്ട്. അതിന് നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? ഇനി പറഞ്ഞ എഴുതാൻ പറ്റുമോ ഒന്നും ആലോചിച്ച് നോക്കിയിട്ടില്ല. വരുന്നിടത്ത് വെച്ചാണ് നമ്മളെ കൊണ്ട് പറ്റുന്നല്ലേ പറ്റുള്ളൂ. പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. ബാക്കി വരുന്നിടത്ത് വെച്ചാണ്. അത് മോശമായെങ്കിൽ കുഴപ്പമില്ല, അതിന്റെ അടുത്തതിൽ ശ്രമിച്ചു നോക്കാം. പ്രഷർ അടിക്കരുത്. ചെയ്യുന്ന ജോലി നമുക്ക് ആസ്വദിക്കാൻ പറ്റണമല്ലോ. നമ്മളത് അയ്യോ ഞാൻ ഇത്രയും സമ്മർദ്ദത്തിലാണ് ഇത് എങ്ങനെ മീറ്റ് ചെയ്ത് പറ്റുള്ളൂ എന്ന് വെച്ചാൽ ലൈഫ് ലോങ് നമ്മളെ പ്രഷറിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കണ്ട, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് എൻജോയ്, നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കത് ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്കത് ആസ്വദിക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക, അടുത്ത വർക്കിൽ കൂടുതൽ മെച്ചപ്പെടാൻ നോക്കുക.
അത്രേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒന്ന് കൂൾ മൈൻഡഡ് ആയിട്ട് മനസ്സമാധാനത്തോടെ പോകാൻ പറ്റും. അൾട്ടിമേറ്റ്ലി മനസ്സമാധാനമാണ് സീക്ക്. അല്ല, എല്ലാവരും അത് തന്നെയാണ് നമ്മളോട് ഇപ്പോൾ പറയുന്നത് തന്നെയാണ്, നിങ്ങൾ നെക്സ്റ്റ് പടം ഭയങ്കര ആകണം, ആ രീതിയിൽ വേണം, ഇതിനെക്കാട്ടും മുകളിൽ പോകണം. പക്ഷെ ആ വേർഡൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര അത് ഡൗൺ ആവും. എല്ലാ രീതിയിലും നമ്മൾ സ്ട്രെസ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പോകുന്നത്. അടുത്തൊന്നും പ്ലാൻ നിങ്ങൾ നെക്സ്റ്റ് പ്രൊജക്ട് എന്ന രീതിയിൽ ഒന്നുമില്ല, സമാധാനം. ഇപ്പം സിനിമ കണ്ട എല്ലാവരും രണ്ടഭിപ്രായമുണ്ട്. കുര്യാച്ചൻ എന്ത് സംഭവിച്ചു, കുര്യാച്ചൻ മരിച്ചോ മരിച്ചില്ല എന്ന രണ്ടഭിപ്രായമുണ്ട്. ഇപ്പം ഒരു റൈറ്റർ ഡയറക്ടർ നിങ്ങൾക്കൊരു വിഷയം ഉണ്ടാവുമല്ലോ, എന്ത് സംഭവിച്ചു, നിങ്ങൾക്കൊരു ഇതുണ്ടാവും, ഒരു ഐഡിയ ഉണ്ടാവില്ലേ, ശരിക്കും കുര്യാച്ചൻ എന്ത് സംഭവിച്ചു? അല്ല, അത് പറയുന്നില്ല. അത് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമയിൽ തന്നെ പറഞ്ഞേനെ. അപ്പോൾ സിനിമയിൽ ഉദ്ദേശിക്കാത്തൊരു കാര്യം വെർബലി പറയുന്ന പിന്നെ സിനിമ കൊണ്ട് എന്ത് പർപ്പസാണ് ഉദ്ദേശിച്ചത് അതിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലാവില്ലേ. അപ്പോൾ അത് പറയുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ കാണുന്ന പലരും എഴുതിയിടുന്ന അഭിപ്രായങ്ങൾ, ഈ പറഞ്ഞ വിശദീകരണങ്ങൾ, അതൊക്കെ വളരെ എവിഡൻ്റ്ലി അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി ഒരു AI വീഡിയോ പോലും കണ്ടു. അത് നമ്മളാരും ഒരിക്കലും ഷെയർ ചെയ്യില്ല, നമ്മളത് കണ്ടു. എന്താണ് ഈ പറഞ്ഞ അക്കരെ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി എവിഡൻ്റ്ലി എല്ലാ കാര്യങ്ങളും അതിൽ ആൻസേർഡ് ആണ്. അപ്പോൾ അത് ഒരുപാട് പേര് അതിന് മുന്നേ ഡിസ്ക്രിപ്ഷനായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആളുകൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇത് സിനിമ മനസ്സിൽ എവിടെയായിരിക്കും കേവ് ഉണ്ടാവുക, എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നുണ്ടാവുക, ഓരോ മലയിലും കാണിക്കുമ്പോൾ ആ മലയിലാണോ എന്ന്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഞങ്ങളും ട്രാവൽ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സിനിമ. അല്ല, ആൾക്കാരുടെ ഇമാജിനേഷൻ കൊണ്ട് ഇത് വലുതാക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് ചുരുങ്ങും. അതിനപ്പുറത്തേക്ക് തന്നെ ആൾക്കാർക്ക് അതിലേക്ക് ഇമാജിൻ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ കാണുന്ന വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവിൽ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ്, അവരുടെ ലൈഫ് എക്സ്പീരിയൻസും അറിവുകളൊക്കെ ഡൈവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓരോരോ അവരവരുടെ അറിവുകളിൽ നിന്നുകൊണ്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ മനസ്സിൽ അത് ഭയങ്കര വലുതാവും. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ചിലപ്പം വലുതാവും. അപ്പോൾ അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മളായിട്ട് വെറുതെ ഒരു ആൻസർ കൊടുത്തിട്ട് അതിനെന്തിനെ കില്ല് ചെയ്യുന്നത്? അവരവരുടെ മനസ്സിലൊരു വലിയ ലോകം ഉണ്ടായിക്കോട്ടെ. അപ്പം അതിൻ്റെ മതിപ്പും കിട്ടുമല്ലോ, സ്നേഹവും കിട്ടും, സന്തോഷം. ശരിയാ. ഇപ്പൊ ഒരു വീട് പണിയാൻ പറഞ്ഞു, മാത്തിച്ചേട്ടത്തിന്റെ വീട്. അതിനപ്പുറം സ്വന്തമായിട്ടൊരു പ്ലാനോട് കൂടി കിണർ നിർമ്മിച്ചു. ഏറ്റവും കൂടുതൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു വീടല്ലാതെ ചെയ്തത്? നമ്മൾ ഈ വീടല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ള ഒന്ന് കിണർ, നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കിണർ. പിന്നെ അതല്ലാതെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു പൊളിഞ്ഞൊരു ബിൽഡിങ്ങിൻ്റെ അവശേഷിപ്പുണ്ട്. മുമ്പ് എന്നോ കുര്യച്ചൻ എന്തോ ഉണ്ടാക്കിയ ഒരു വീടിൻ്റെ അവശേഷിപ്പ്. പാവൽജിരസ് എന്നെ വിളിച്ചു വെച്ച് അങ്ങ് ഈ മലയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ കാല് പോലെ കിടക്കുന്നുണ്ടല്ലോ, എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തോ ഉണ്ടാക്കി കുര്യച്ചൻ, അത് പൊളിഞ്ഞു പോയി. അതെ അതെ, അങ്ങനെയുള്ളൊരു സാധനം. പിന്നെ ഈ സന്ദീപ് ഓടി വരുമ്പോൾ ഒരു സ്റ്റെപ്പ് കണ്ടില്ല, ഇങ്ങനെ ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പുകൾ, പിന്നെ ഈ കാണുന്ന മുള, മരങ്ങൾ, പിന്നെ ഈ ചെടികൾ, അങ്ങനെയുള്ള, അതായത് നമ്മളൊരു വീട് സെറ്റ് ഇടുന്ന സമയത്ത് എവിടെ ചെയ്യുകയാണെങ്കിലും ആദ്യം തന്നെ ആർട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് ഒരു 4 ലെയർ പരിപാടിയാണ് ഇത്. അല്ല, ആദ്യത്തെ സാധനം ലൊക്കേഷനാണ്. പക്ഷേ ആ ലൊക്കേഷൻ എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താ വെച്ചാൽ വീട് സെറ്റ് ചെയ്യാൻ പറ്റിയ നമ്മളെ ഈ കഥാപാത്രം നിൽക്കുന്ന ആ സ്ഥലമാവില്ല, അതൊരു സ്ഥലം ഇതുപോലത്തെ ഒരു കുന്ന് അതായിരിക്കും. അപ്പോൾ ആ വീട് വെക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു മുറ്റം, അവർ വെള്ളം എടുത്ത കിണർ, അവർ മുമ്പെന്തോ ഉണ്ടാക്കിയ ഒരു വിറക് പോലെ ഒരു സാധനം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിക്കുക. ഫസ്റ്റ് ലൊക്കേഷനാണ്, സെക്കൻഡ് ഈ സ്ട്രക്ചർ, ഈ ബിൽഡിംഗ് എന്താണോ അത്, തേർഡ് വരുന്ന സാധനമാണ് ഈ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ഈ എന്ത് കഥാപാത്രമാണോ അവിടെ ജീവിച്ചിരിപ്പിക്കുന്നത്, എങ്ങനെയുള്ള സ്വഭാവക്കാരാണോ, അയാൾക്ക് പറ്റിയ, അല്ലെങ്കിൽ ഏത് കാലഘട്ടമാണോ അതിന് പറ്റിയ ഫർണിച്ചർ, അല്ലെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന ആളെ സ്വഭാവത്തിനനുസരിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സുകൾ, അത് വീടിനകത്തുള്ളതുപോലെ തന്നെ അതിൻ്റെ വെളിയിലും വേണം. അതിൻ്റെ ചുറ്റുവട്ടം അങ്ങോട്ട് കയറി വരുന്ന വഴി, ചിലപ്പോൾ ഒരു വഴി കയറി വന്നപ്പോൾ ഈ കുന്നുംപുറത്തൊക്കെ ഉള്ള ആൾക്കാരെ, ഞാനിങ്ങനെ ചിന്തിച്ചാണ്, വെറുതെ ചിന്തിക്കുന്നതാണ്, കുന്നുംപുറത്തുള്ള ആൾക്കാർ വീട് വെക്കുന്ന സമയത്ത് സ്റ്റെപ്പ് വെക്കും. അവർ പ്രായമായ ചിലപ്പോൾ ആ സ്റ്റെപ്പിലൂടെ കയറൂല, അതിന് തൊട്ടുപ്പുറത്തൂടെ ഇങ്ങനെ ഉള്ള സ്ഥലത്തായിരിക്കും കയറുക, മുട്ടിന് വേനയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഡോക്ടർ പോകുന്നത് വേറെ വഴിയൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ വഴിയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരു സ്റ്റെപ്പ് ഉണ്ടാവും, പൊളിഞ്ഞെടുക്കുന്നൊരു സ്റ്റെപ്പ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിക്കും, വെറുതെ ഭ്രാന്തമായി ചിന്തിക്കുക, ചെയ്യുക. പിന്നെ ഇതുപോലെ തന്നെ ഈ വീട് പറയുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമലി ഒരു വീടിൻ്റെ ഇവിടെ ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ പുറം ഭാഗത്തൊക്കെ കരിങ്കൽ വെച്ചിട്ടാണ് പണിതേക്കുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ പറയുന്ന കാലഘട്ടത്തിനേക്കാൾ എത്രയോ മുമ്പാണ് ഈ വീട് വെച്ചത്. അന്ന് ഇത്രയും മലയുടെ മുകളിൽ ഈ താഴേന്ന് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഒരു വീടുണ്ടാക്കാൻ സാധ്യമല്ല. ഇത്രയും പാറകൾ കിടക്കുമ്പോൾ ഈ പാറ പൊട്ടിച്ചായിരിക്കും ആ വീട് പണിതുണ്ടാകുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഈ പാറ വെച്ച് ചുമര് പണിതേക്കുന്ന എന്ത് ബിൽഡിംഗ് ആണെങ്കിലും ഭൂരിഭാഗം വീടിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഭാഗത്ത് കുമ്മായം തേച്ച ആ ഫീൽ അത് ഈ വീടിന് കാണിച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് ഇതല്ലാതെ മുളച്ച് നിൽക്കുന്ന ഫിനിഷിംഗ് ആണ് ഇതിനകത്തുള്ളത്. പിന്നെ ബാബുജി നേരത്തെ പറഞ്ഞ പോലെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ഡയറക്ടറിൻ്റെ അടുത്ത്
ഇൻറ്റീരിയർ എവിടെയാണ് ചോദിക്കാൻ, പുള്ളി അത് ചോദിക്കാനുണ്ടായ കാരണം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് ആ മച്ചാണ്. മച്ച് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ചിന്തിക്കുമായിരുന്നു ഇവിടെ. അപ്പോൾ ഈ പടത്തിൽ കാണിച്ചേക്കുന്ന ആ വീട് മുഴുവനായിട്ട് ഞങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ റൂംസ് ആണെങ്കിലും അതിൻ്റെ മച്ചാണെങ്കിലും എല്ലാം ഈ സ്ഥലത്താണ്. ആ കണ്ട സാധനങ്ങളെല്ലാം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ഇതിനോട് സപ്പോർട്ടിങ് ആയിട്ടുള്ള ഈ മരങ്ങൾ, ഇപ്പം മരങ്ങളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് കുഴിച്ചിട്ട്. വലിയ മരങ്ങൾ മുളച്ച് വന്നിട്ടുണ്ട്. മരങ്ങളായാലും ഈ മുളങ്കാടാണെങ്കിലും ഈ സ്റ്റെപ്പുകളും കിണറും ഈ പറഞ്ഞ പൊളിഞ്ഞു വീണ് കിടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അവശേഷിപ്പാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ സാധനം ഇതാണ്. വേറെ ഒരു സ്ഥലത്തേക്കും പോയിട്ടില്ല. എല്ലാം ഇവിടെ തന്നെ വെച്ച് പണിത് വെച്ചേക്കുന്നത്. മറ്റേ ഓട് പൊളിച്ചിട്ട് മേളിൽ വന്ന് നിൽക്കുന്നത് അതും ഇപ്പോൾ സിനിമകൾ കാണുന്ന സമയത്ത്, ഇപ്പോൾ കിഷ്കിൻ്റെ കാണുന്ന സമയത്ത് തന്നെ അതിൻ്റെ കളർ പാറ്റേൺ ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. എക്കോയിലേക്ക് വരുന്ന സമയത്തും കളർ പാറ്റേൺ ഭയങ്കര രസമായിരുന്നു. ഒരു ഗ്രീനറി അങ്ങനത്തെ ഒരു എഫക്റ്റാണ് ശരിക്കും വേറെ കളർ പാറ്റേൺ കൊടുത്തത്. അതിൻ്റെ ഒരു കാരണം എന്താ? അല്ല, കാരണം ഇത് ആക്ച്വലി നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത എക്കോയിൽ വേറെ രീതിയിലൊരു കളർ പാറ്റേൺ ആയിരുന്നു. മീൻസ് ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ടോട്ടൽ ഒരു കർണാടക കേരള ബോർഡർ, ഒരു നോർത്ത് കേരള അവിടെയുള്ള ചെങ്കല്ലും ഇലകളിലും ഉണ്ട്. ഫുള്ളായിട്ട് ഒരു എന്താ പറയുക ഗോൾഡൻ കളറിലായിരിക്കും. അങ്ങനെ ഒരു ഫുൾ ഡ്രൈ ഏരിയയിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ നമ്മൾ വരുമ്പോൾ ഷൂട്ടിൻ്റെ ഒരു ഡിലേ എല്ലാം കാരണം നമ്മൾ ടോട്ടലി ഇവിടുത്തെ മഴയെല്ലാം പെയ്തിട്ട് മാറിയതാണ്. പിന്നെയുള്ള കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പച്ചപ്പാണ്. അതിനുശേഷം ഓക്കെ നമ്മൾ എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ അങ്ങ് ചെയ്തു. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ കണ്ടവർ വീണ്ടും വീണ്ടും പടം കാണുകയാണ്. സോ ഫാമിലിയുടെ കൂടെ ആയാലും ഇപ്പോൾ ഞാൻ നാട്ടിൽ പോയ വീട്ടുകാരുടെ കൂടെ വീണ്ടും കാണാൻ വേണ്ടി പോവാണ്. സോ അതൊരു മേക്കറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ ഇനിയും കാണാത്തവർ സിനിമ കാണുക. സോ ഇത്ര നല്ലൊരു സിനിമയുടെ ഭാഗമായി കാരണം ഞങ്ങൾക്ക് ഇത്ര നല്ല സിനിമ തന്നതിൽ ഞങ്ങൾ ആദ്യം അങ്ങോട്ടാണ് നന്ദി പറയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും നല്ല പടങ്ങളുടെ ഭാഗമാവാൻ സാധിക്കട്ടെ എന്ന് വിഷയം. താങ്ക് യു സോ മച്ച്. Inji, my meal partner.